നിങ്ങൾക്ക് ഈ പെരുന്നാക്ക് നമുക്ക് ചുരിദാറാക്കിയാലോ? പറ്റൂലേ? ചുരിദാറോ? എന്റെ അനിയത്തി അറിയോ? ആ ഇപ്പഴും തന്നെയല്ലേ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നതാ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയതാണ്. രാവിലെ തന്നെ നമുക്ക് കുറേ ഐറ്റംസ് അയക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമ്മളെ മുന്തിരി വാങ്ങാൻ വേണ്ടിയിട്ടാണ്, ജ്യൂസ് മുന്തിരി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ആ ജ്യൂസ് മുന്തിരി ശരിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 3 ബോട്ടിൽ ഉണ്ടാക്കി വെച്ച് ഏകദേശം 4-5 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ വീണ്ടും 2 കിലോ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മുന്തിരി അത്യാവശ്യം നല്ല കെമിക്കലും പൊടിയായിരിക്കും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മളിതാ 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതാ ഉമ്മി ഞാനിവിടെ ഇതാ അതിൻ്റെ എല്ലുകളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ എന്താ ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ ഞാൻ അടിപൊളി ഒരു ഹെൽത്തി ഡ്രിങ്ക് കൂടി കാണിച്ചു തരാം. ഞാനിതാ കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പും ബദാമും പിന്നെ നമ്മുടെ കാരക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറയ്ക്കുക കൂട്ടൊക്കെ ചെയ്യാം. പിന്നെ അതാ ഞാൻ പാലിൽ അത് കുറച്ച് നേരം കഴുകിയതിന് ശേഷം ഇതാ കുതിർത്തി വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളി നല്ല ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ എണ്ണക്കടികളൊന്നുമല്ല, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് റെസിപ്പികളാണ്. അപ്പോൾ റമദാൻ മാസം നമുക്ക് എപ്പോഴും എണ്ണക്കടി തന്നെ വേണമെന്നില്ലല്ലോ, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ആവാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഫുഡാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മളിതാ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു മുന്തിരിന് ഇതാ മഞ്ഞളും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതാ കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഞാനിതാ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആ പൊടിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ കഴുകിയതിന് ശേഷം ഇതുപോലെ വേവിച്ചെടുക്കരുത്, കാരണം അത്യാവശ്യം പൊടിയുള്ളൊരു സംഭവമാണ് നമ്മുടെ മുന്തിരിയില്ലേ. അപ്പോൾ ഇതാ മഞ്ഞളിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ കുറേ കെമിക്കൽസൊക്കെ ഇതിൽ പോയിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ 2-3 വെള്ളത്തിൽ വീണ്ടും കഴുകിയതിന് ശേഷം ഇതാ അത് ഒരു കൊട്ടയിലേക്ക് വാർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നലെ വെയിറ്റ് ചെയ്തിട്ടുള്ള ആ വീഡിയോസോട് ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മളെ പുതിയ കളക്ഷൻ്റെ വീഡിയോസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇതാ കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു കുക്കറിലേക്ക് ആ മുന്തിരിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, ആ ഒരു പാകത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാനിതാ 3 വിസിൽ വരിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ മുന്തിരി ജ്യൂസ് റെഡി ആകും. എന്താ ദിക്കാക്ക, എന്താ പത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വന്ന് പെരുന്നാക്ക് ഷൂവും പർച്ചേസ് ചെയ്താ? ഉമ്മാക്ക ഷൂ ഉമ്മതാ നോക്കിക്കണം, നോക്കട്ടെ. പെരുന്നാക്ക് ഇടാനല്ലേ? ബ്ലാക്കില് രസനമ്മ, നിങ്ങൾ ഇട്ടോക്കി. അതുള്ളൂ അല്ലേ? അല്ല നിങ്ങൾ ഇടാൻ ആഗ്രഹമില്ല? നിങ്ങൾക്ക് ഈ പെരുന്നാക്ക് നമുക്ക് ചുരിദാറാക്കിയാലോ? പറ്റൂലേ? ചുരിദാറോ? അല്ല നിങ്ങൾക്ക് പ്രശ്നം ചുരിദാർ ഇട്ടാലോ? അത് പറ്റുമോ? കേട്ടില്ല. എന്റെ അനിയത്തി അറിയോ? ആ ഇപ്പഴും തന്നെയല്ലേ? ഫേഷ്യലോ? നമുക്ക് പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ട് ല്ലേ? സ്റ്റൈലുണ്ട്. അല്ല നമ്മക്കെന്താ ബ്ലാക്ക് രസമുണ്ട്. അല്ല നമ്മക്കെന്താ അതിൻ്റെടാ നിങ്ങൾ വല്ല സ്റ്റൈലാക്കിയായിട്ടേ ഷൂ ഒക്കെ വാങ്ങി പൗരടിക്കുക. നമ്മക്ക് മാങ്ങല്ലേ, വൈത്താങ്ങല്ലേ ഇട്ടിട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ മുന്തിരി ഇതാ നല്ല രീതിയിൽ വെന്തുടഞ്ഞിട്ടുണ്ട്, നമ്മുടെ സത്ത് മാത്രമായിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ചൂടാറിയതിന് ശേഷം ഇതാ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ജ്യൂസാക്കി എടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെന്താ ഞാൻ അടിപൊളി ഒരു അറേബ്യൻ ഡിഷ് കാണിച്ചു തരാം.
അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ള കുരുമുളക് പൊടി, പട്ട, പൂവ്, ഏലക്ക, പിന്നെ നമ്മുടെ മാഗി ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണത്. നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും അതുപോലെ തന്നെ 2 പച്ചമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് ചിക്കനിലും ഉണ്ടാക്കാം, ബീഫിലും ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്ന ഇന്ന് ബീഫിലാണ് കേട്ടോ. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ചതായാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ വേവിച്ചെടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് ഇവിടെ കറി ഉണ്ടാക്കിയിനി അതിൽ നിന്ന് കുറച്ച് ബീഫിൻ്റെ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അറേബ്യൻ സൂബ എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് നമ്മുടെ സൂപ്പ് എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇക്കയാണ് കേട്ടോ എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം എനിക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നു, പിന്നെ ഞാനാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ മുന്തിരിയുടെ സത്തത ഉമ്മത അരിച്ചു മാറ്റുന്നുണ്ട്. വെന്തുടഞ്ഞിട്ട് അത് കണ്ടില്ലേ, ഒരു ഇത് മാത്രമായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കസ്കസും അതുപോലെ തന്നെ നമ്മളെ പുതിനൻ്റെ ഇട്ടിട്ടാണ് കുടിക്കുന്നത്. അപ്പം നമുക്ക് ഏകദേശം 2-3-4 ദിവസത്തിനേക്ക് അതുണ്ടാവും കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസാണ്. പിന്നെ നമ്മുടെ അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് മാത്രമേ ഇടാം കേട്ടോ, കാരണം നമ്മൾ മാഗി കട്ടയിൽ അത്യാവശ്യം ഉപ്പുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കുറച്ച് ചപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങയില്ല, ഉണക്ക നാരങ്ങ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കപ്സൊക്കെ ഇടുന്നത് അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുനാരങ്ങൻ്റെ നീര് കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിത് അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയുടെ ആഡ് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ ഞാനൊരു പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, നമ്മുടെ ബീഫിലുള്ള ആ ഒരു മസാലേൻ്റെ കളേഴ്സ് തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1 കപ്പ് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അതിലേക്ക് ഓട്സ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും നമ്മൾ ചൂടാറിയതിന് ശേഷം വീണ്ടും അത് സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ ചുടുവെള്ളം വെച്ചിട്ട് ആ ഒരു വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ഇട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ട് സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എണ്ണക്കടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നോമ്പിന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നട്ട്സൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. അത് നമ്മളിതാ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെയും കുടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വേവിച്ചെടുത്ത് ചൂടായതിന് ശേഷം കുടിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളമൊന്നും കൂട്ടാതെ വെറും പാലിൽ മാത്രമാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് കുടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വേവിച്ചിട്ടും കുടിക്കുക കേട്ടോ. പിന്നെ അതാ നമ്മുടെ പൊലിച്ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ളതാ നല്ല ചീര താളിപ്പൊക്കെ ഉണ്ടാക്കിന് കേട്ടോ. എനിക്ക് റെഡ് താളിപ്പാണ് ഇഷ്ടം, പച്ച ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ റെഡ് ആ ഒരു ചോറിലേക്ക് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റല്ലേ. അപ്പോൾ അതാണ് ഇന്നത്തേത്. പിന്നെ അത് വെണ്ടയ്ക്കൻ്റെ ഉപ്പേരിയൊക്കെ ആയിരുന്നു പലിച്ചക്കേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഇത് ഉണ്ടാക്കി കുടിച്ചത് നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ. കാരണം നമ്മൾ പത്തിരിൻ്റെ കൂട്ടത്തിൽ ഇത് കുടിക്കാനുള്ള ഗ്യാപ്പ് നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. പിന്നെ ഇക്കാൻ്റെ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മിക്കും ഉപ്പി എല്ലാവരും കഴിച്ചിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു ഓട്സ് 1 കപ്പ് ഓട്സിനോട് തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അസുട്ടി കേട്ടോ പപ്പക്ക് സഹായിച്ചു കൊടുക്കണേ. നമ്മളെ കക്കേരിക്ക് അതാ വലിച്ചു കൊടുക്കണേ, കണ്ടില്ലേ, ഓനാണ് പപ്പാനെ സഹായിക്കല്. ലസുവ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാ? എന്താ പപ്പായം ആപ്പിളാണ്. ഇങ്ങനെ ആപ്പിൾ ഉണ്ടാവോ പൊട്ടത്തി? ഓൻ പറഞ്ഞതല്ലോ പപ്പ. ശരി, ഇമ്മച്ചിന്റെ കുട്ടി ആദ്യം പറഞ്ഞിന് പപ്പായാന്നാണ്, പിന്നെ പപ്പ പറഞ്ഞേ. അപ്പം അതവിടെ തകൃതായിട്ടുള്ള പരിപാടി നടക്കുകയാണ്. ഹസുമോൻ്റെ സ്പെഷ്യൽ എന്താണ്? ഫ്രൂട്ട് സലാഡാ?
ഇത് നമ്മളെ ഇവിടെ കഴിച്ചതൊക്കെ വെരി ഗുഡ്. അപ്പൊ അടുത്തതാ അസുകുട്ടി ആപ്പിളിന്റെ തൊലി കളഞ്ഞെടുക്കണുണ്ട് അല്ലേ? കുരുമുളക് എല്ലാം കൂടി അങ്ങനല്ല, അതിക്ക് വേണ്ട ഫ്രൂട്ട്സിന്റെ പേര് പറ. ഫ്രൂട്ട്സ് മാംഗോ, മാംഗോ, പപ്പായ, കക്കിരിക്ക, ആപ്പിൾ, പിന്നെയോ പിന്നൊന്നുമില്ല. അതെല്ലാം കൂടി മിക്സ് ചെയ്യല. കുറച്ച് ഞങ്ങൾ പീടികക്ക് പോയിട്ട് വരുമ്പോഴാ അതൊക്കെ കഴിക്കുന്നത്. ആഹാ അങ്ങനെയല്ലേ. ഓക്കെ ഓക്കെ. ഓ ഇതും കൊട്ടാൻ തോന്നില്ല. മാങ്ങ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ കിടക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം ഞാനിതാ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ അപ്ഡേഷൻ ഇതാ ഇതിൽ കാണിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഓർഡേഴ്സ് തരുന്ന ഐറ്റംസാണ്. ബ്ലാക്കിനാണ് നല്ല എൻക്വയറി വരുന്നത്. അപ്പോൾ ബ്ലാക്കിന് ഇത് അടിപൊളിയായിട്ടുള്ള ഷിഫോണിലും ജോർജറ്റിലും സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയാം ഹെവി പാർട്ടി വെയർ തന്നെയാണ്. ഇതിനൊക്കെ 1600 1550 ആ ഒരു റേറ്റിനുള്ള ഐറ്റംസാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ നെയിമും കൊടുക്കുന്നുണ്ട്. റോസ് പെറ്റൽസ് എന്നാണ്. അത് നിങ്ങൾ ഇൻസ്റ്റയിൽ പോയിട്ടൊന്ന് ആ ഒരു നെയിം അടിച്ചാൽ എൻ്റെ പേജ് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ വാട്സപ്പ് വഴി അയച്ചു തരാം. റൈറ്റും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം കേട്ടോ. XL XXL എല്ലാം അവൈലബിൾ ആണ്. ലാർജും അവൈലബിൾ തന്നെയാണ്. അപ്പോൾ അത് കുറേ പേർക്ക് വീണ്ടും വീണ്ടും ഒരുപാട് അപ്ഡേഷൻ കാണിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തതാണ്. സെപ്പറേറ്റ് വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വ്ളോഗിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുക്കുന്നല്ലേ, അപ്പോൾ നമ്മൾ സ്റ്റോറിൽ നിന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനലായാലും ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ DTDC വഴിയും അതുപോലെ പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത്. 3 to 5 ഡേയ്സിനുള്ളിൽ ഡെലിവറി ആവുന്ന പറയൽ. പക്ഷേ ചിലപ്പം അടുത്തൊക്കെയാണ് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. വീണ്ടും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ഓർഡേഴ്സ് തരുന്ന അന്ന് തന്നെ നമ്മൾ ഡിസ്പാച്ച് ആക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ ഐറ്റംസ് നിങ്ങളെ വീട്ടിലെത്തും. ഒരു സംശയം വേണ്ട. നിങ്ങൾ തരുന്ന ഓർഡേഴ്സ് അന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് അയക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ക്യാഷ് വീട്ടിലെത്തിയിട്ട് വാങ്ങാനുള്ള ഓപ്ഷന് നമുക്ക് 2 കൊറിയർ ഓഫീസിലും അവൈലബിൾ അല്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ്. ഈ ഒരു റൈറ്റിനൊന്നും നിങ്ങൾക്ക് എന്തായാലും ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ളത് ഷോപ്പിൽ നിന്ന് കിട്ടൂല കേട്ടോ. കാരണം അത്രയും നല്ല ക്വാളിറ്റി ആൻഡ് ലൈനിങ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുൾ സെറ്റാണ്. അത് റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണ്, സ്റ്റിച്ചഡ് ആണ്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ടോപ്പ് ഉണ്ടോ, അതുപോലെ ഷാൾ വരുന്ന സെറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ആര്യക്കട്ടിലുള്ള ഷാളും ഗൗണും ഐറ്റംസും വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഞാനിത് കാണിക്കുന്നുണ്ട്. അതിൽ 2 കളേഴ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് കളേഴ്സ് വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആര്യക്കട്ടിൽ വരുന്ന നല്ല ഗൗണ്. ഫുൾ ലെങ്ത്ത് ഗൗണാണ്. ആൻഡ് ഷാളും ടോപ്പും ആണ് കേട്ടോ ഇതിലുള്ളത്. പാൻറ് ഇല്ല, കാരണം ഇത് ഫുൾ ലെങ്ത്ത് ഉള്ള ഗൗണാണ്. അപ്പോൾ എന്തായാലും ഇതിൽ വരുന്നത് മീഡിയം, ലാർജ്, XL അവൈലബിൾ ആണ്. ഈ ഒരു സെറ്റിൽ ഇതിൽ 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ കളക്ഷനും ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ.